Textbook exercise question number 5, page number 67. Result 8ഉം 9ഉം ഉപയോഗിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പോൾ കഴിഞ്ഞ വർഷം മാറിയപ്പോൾ ആഡ് ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ചിത്രം ശ്രദ്ധിക്കുക. ഇൻ ദ പിക്ചർ എ ലൈൻ ത്രൂ ദ സെന്റർ ഓഫ് എ സർക്കിൾ cuts a chord into two parts. What is the radius of the circle? ചിത്രത്തിൽ വൃത്തകേന്ദ്രത്തിലൂടെയുള്ള വര ഒരു ഞാണിനെ രണ്ടായി ഭാഗിക്കുന്നു. വൃത്തത്തിന്റെ ആരം എത്രയാണ്? നമുക്ക് ഇവിടെ ഒരു കോഡ് കാണാം. ആ കോഡിന് പേര് കൊടുക്കാം എ ബി. നമ്മൾ പഠിച്ച റിസൾട്ടിൽ രണ്ട് കോഡുകൾ വേണം. ഇവിടെ ഒരു കോഡ് മാത്രമാണ് ചിത്രത്തിൽ കാണുന്നത്. രണ്ടാമത്തെ കോഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന കോഡ് എ ബിനെ കട്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, സെന്ററിൽ നിന്നുള്ള ഒരു ഭാഗം. അതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഞാൻ സർക്കിളിനെ രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യുന്ന വിധത്തിൽ മുകളിലേക്കും താഴേക്കും ആ കോഡിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്നിട്ട് പേര് കൊടുക്കുന്നു സി ഡി. ഓക്കെ, കട്ട് ചെയ്യുന്ന പോയിന്റ്, രണ്ട് കോഡും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് പി എന്ന് കൊടുക്കും. സോ നമ്മുടെ റിസൾട്ട് അനുസരിച്ചിട്ട് ഏതെങ്കിലും രണ്ട് കോഡുകൾ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പി എ ഇൻറ്റു പി ബി, ഒരു കോഡിന്റെ ഭാഗങ്ങളാണിത്, എയുടെയും ബിയുടെയും ഭാഗങ്ങൾ, പി കട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ കോഡിന്റെ ഭാഗങ്ങളുടെ ഗുണനഫലം പി സി ഇൻറ്റു പി ഡി. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് കാണേണ്ടത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. ഇപ്പൊ ചിത്രത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം O മുതൽ സി വരെയുള്ള ലെങ്ത് റേഡിയസ് ആണ്. അപ്പൊ ഞാൻ അതിന് R എന്ന് കൊടുക്കുന്നു, റേഡിയസിന് R എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കോളൂ, O മുതൽ സി വരെ 6 ആണ്, P മുതൽ O വരെ 5 ആണ്. അപ്പോൾ P മുതൽ D വരെ എത്രയായിരിക്കും? O മുതൽ സി വരെ റേഡിയസ് ആണ്, O മുതൽ D വരെയും റേഡിയസ് തന്നെയല്ലേ? റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 6 എന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ 6ല് 5 ഇത്രയും പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? R മൈനസ് 5. മനസ്സിലായല്ലോ? O മുതൽ D വരെ ടോട്ടൽ 6 തന്നെയാണ്, കാരണം റേഡിയസ് ആണ്. റേഡിയസിന് 6 എന്ന് കൊടുത്തു, ആരത്തിന് 6 എന്ന് കൊടുത്തു. സോ ODയും 6 തന്നെയാണ്. 6ല് ടോട്ടൽ 6ല് ഇത് 5. അപ്പൊ ബാക്കി എത്രയാ? R മൈനസ് 5. നോക്കിക്കോ, 5ഉം R മൈനസ് 5ഉം കൂടെ കൂട്ടിയാൽ 6 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും മെഷർമെന്റ്സ് കിട്ടി. ഓക്കെ, ലെറ്റ് റേഡിയസ്, ആരം ബി R എന്ന് എടുത്തു. അതായത് ഒ സി എന്ന് പറയുന്നതും ചിത്രത്തിൽ OD എന്ന് പറയുന്നതും റേഡിയസ് ആണ്. ഈ ODനെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. ODനെ എങ്ങനെയൊക്കെ രണ്ടായിട്ട് മുറിച്ചത്? OP PD, OP പ്ലസ് PD. OD 6 ആണ്. ഓക്കെ, OP 5 ആണെന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ PD എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ PD എന്ത് വരും? ഈ 5. അപ്പൊ ഞാൻ 5 പ്ലസ് PD ഈസ് ഈക്വൽ ടു 6 എന്ന് ലെഫ്റ്റും റൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. സോ PD എന്ന് പറഞ്ഞാൽ R മൈനസ് 5 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ റിസൾട്ട് ഉണ്ട് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് പി എയുടെ വാല്യൂ എത്രയാണെന്നറിയാം. പി എയുടെ ലെങ്ത് 4 ആണ്, പി ബിയുടെ ലെങ്ത് 6 ആണ്. പി സി എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ സി വരെ, ഇവിടം മുതൽ ഇവിടം വരെ 5ഉം ബാക്കി 6ഉം, ടോട്ടൽ എത്രയാണ് വരിക? 5 പ്ലസ് ആർ ഓർ R പ്ലസ് 5. 5 പ്ലസ് 6 തന്നെയാണ് R പ്ലസ് 5. പി ഡി നമ്മൾ കണ്ടുപിടിച്ചു, R മൈനസ് 5. ഓക്കെ, അപ്പൊ 4 ഇൻറ്റു 6 എത്രയാ? 24. ഇനി R പ്ലസ് 5 ഇൻറ്റു R മൈനസ് 5 നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഐഡന്റിറ്റിയാണ്. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഓക്കെ, ഒരേ നമ്പറുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട് അതിന്റെ പ്രൊഡക്റ്റ് എടുക്കുന്നു. അപ്പൊ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 6ഉം വൈയുടെ സ്ഥാനത്ത് 5ഉമാണ്. സോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? R സ്ക്വയർ മൈനസ് വൈയുടെ സ്ഥാനത്ത് 5 ആണ്. സോ 5 സ്ക്വയർ. ഓക്കെ, 24 ഇസ് ഈക്വൽ ടു R സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എത്രയാണ്? 5 ഇൻറ്റു 5 25. ഓക്കെ, അപ്പൊ ഞാൻ ആ ആറിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ലെഫ്റ്റും റൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാണ്. റൈറ്റിലുള്ളതിനെ ലെഫ്റ്റിൽ എഴുതുന്നു, ലെഫ്റ്റിലുള്ളതിനെ റൈറ്റിൽ എഴുതുന്നു. ഓക്കെ,
ഓക്കെ, അപ്പൊ ആർ കണ്ടുപിടിക്കണമെങ്കിൽ 25 അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. സോ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 24 പ്ലസ് 25 ആണ്. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 24ഉം 25ഉം കൂട്ടിയാൽ 49 ആണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന്റെ സ്ക്വയർ ആണ് 49? 7ന്റെ സ്ക്വയർ ആണ്. സോ റേഡിയസ് കിട്ടി 7 സെന്റിമീറ്റർ. Therefore radius of the circle is equal to വൃത്തത്തിന്റെ ആരം 7 സെന്റിമീറ്റർ. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 6 പേജ് നമ്പർ 68. ചിത്രം ശ്രദ്ധിക്കാം. In the picture, a line through the center of a circle meets a chord of the circle. What are the lengths of the two pieces of the chord? ചിത്രത്തിൽ വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള ഒരു വര വൃത്തത്തിലെ ഒരു ഞാണുമായി കൂട്ടിമുട്ടുന്നു. ഞാണിന്റെ രണ്ട് ഭാഗങ്ങളുടെ നീളം എത്രയാണ്? ഇവിടെ നമുക്ക് സെന്റർ കാണാം. ഞാൻ അതിന് O എന്ന് പേരിടുന്നു. ഓക്കെ, ഇവിടെ ഒരു കോഡുണ്ട്, ഒരു ഞാണുണ്ട്. അതിന് ഞാൻ AB എന്ന പേര് കൊടുക്കുന്നു. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ ഒരു കോഡ് കിട്ടി. രണ്ടാമത്തെ കോഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആ തന്ന ലൈന്, സെന്ററിലൂടെയുള്ള ലൈനാണ്, അതിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, മുകളിലേക്കും താഴേക്കും എക്സ്റ്റെൻഡ് ചെയ്യും. ഇതിന് CD എന്ന് പേര് കൊടുക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ നമുക്ക് ആരം, റേഡിയസ് എത്രയാന്ന് അറിയില്ലായിരുന്നു. ഈ ക്വസ്റ്റിനകത്ത് O മുതൽ സർക്കിളിലെ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് 7 സെന്റിമീറ്റർ എന്ന്. സോ 7 സെന്റിമീറ്റർ ആണ് ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ആരം എന്ന് മനസ്സിലാക്കാം. സോ OC എന്ന് പറയുന്നത് എത്രയാണ്? 7 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ODയും 7 സെന്റിമീറ്റർ തന്നെ ആകണ്ടേ? സോ O മുതൽ ഇവിടം വരെയുള്ള, സോ ഈ പോയിന്റ് ഞാൻ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് P എന്ന് കൊടുക്കുന്നു. OP 3 സെന്റിമീറ്റർ ആണെങ്കിൽ താഴേക്ക് എത്ര വരണം? 4 സെന്റിമീറ്റർ. കാരണം OD റേഡിയസ് ആണ്, ODയുടെ ലെങ്ത് 7 സെന്റിമീറ്റർ ആണ്. സോ ഇത്രയും 3 ആണെങ്കിൽ ഇത്രയും എന്തായിരിക്കും? 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം റിസൾട്ട്. PA ഇൻറ്റു PB ഇസ് ഈക്വൽ ടു PC ഇൻറ്റു PD. ഓക്കെ, അപ്പൊ PA എത്രയാണെന്നറിയില്ല, PB എത്രയാണെന്നറിയില്ല. അതാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത്സ് ഓഫ് ദ ടു പീസസ് ഓഫ് ദ കോഡ്. PAയും PBയും കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് PAയും PB അറിയില്ല, അതിനങ്ങനെ തന്നെ നിർത്താം. PA ഇൻറ്റു PB ഇസ് ഈക്വൽ ടു PC എത്രയാണ്? P മുതൽ C വരെ 3 + 7 10 ആണ്. സോ 10 ഇൻറ്റു PD 4 ആണ്. സോ PA ഇൻറ്റു PB 40 എന്ന് വരും. ഓക്കെ, അപ്പോൾ PAയും PBയും കാണണം. ആ രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്താൽ 40 കിട്ടണം. അതൊന്നാമത്തെ കണ്ടീഷൻ. കൂടാതെ ടോട്ടൽ ലെങ്ത്, PAയുടെയും PBയുടെയും ടോട്ടൽ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട് 13 സെന്റിമീറ്റർ എന്ന്. അതായത് PA പ്ലസ് PB എത്രയാവണം? 13 ആകണം. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. സാധാരണ രീതിയിൽ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയാൽ 13 കിട്ടണം, ഗുണിച്ചാൽ 40 കിട്ടണം. രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ സമ്മ് 13 കിട്ടണം, ഗുണിച്ചാൽ പ്രൊഡക്റ്റ് 40 കിട്ടണം. അങ്ങനെയാണെങ്കിൽ രണ്ട് സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പൊ അങ്ങനെയുള്ള സംഖ്യകൾ കൂട്ടി തുകയും പ്രൊഡക്റ്റും തന്നു കഴിഞ്ഞാൽ സംഖ്യകൾ കണ്ടുപിടിക്കാൻ എപ്പോഴും പ്രൊഡക്റ്റിൽ നിന്ന് തുടങ്ങും. 40യുടെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, ഘടകങ്ങൾ കണ്ടുപിടിക്കുക. ഏതൊക്കെ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് 40 കിട്ടുക? നമുക്കറിയാം, 1ഉം 40ഉം ഗുണിച്ചാൽ 40 കിട്ടും, 2ഉം 20ഉം ഗുണിച്ചാൽ 40 കിട്ടും. അതേപോലെ 5ഉം 8ഉം ഗുണിച്ചാലും 40 കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ 5ഉം 8ഉം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അത് രണ്ടും കൂട്ടിയാൽ എത്രയാ വരിക? 13 ആണ് വരിക. 1ഉം 40ഉം കൂട്ടിയാൽ 41 വരും, 13 കിട്ടില്ല. 2ഉം 20ഉം കൂട്ടിയാലും 13 കിട്ടില്ല. അപ്പൊ നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടും, 5ഉം 8ഉം. ഓക്കെ, സോ 5 ഇൻറ്റു 8 ഇസ് 40, 5 പ്ലസ് 8 ഇസ് 30. ഈ രീതിയിൽ ചെയ്താൽ മതി. എക്സാമിനാവുമ്പോൾ അല്ലാത്ത രീതിയിൽ സോൾവ് ചെയ്യണമെന്നില്ല. നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് കാണാം PAയുടെ നീളമാണ് കുറവ്. Therefore PA നമുക്ക് 5 സെന്റിമീറ്റർ എന്ന് കൊടുക്കാം, PB അപ്പോൾ നമുക്ക് 8 സെന്റിമീറ്റർ എന്ന് കൊടുക്കാം. ഇത് സാധാരണ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യാന്നറിയാമോ? ഇവിടെ നമ്മൾ ഒരു ലെങ്ത് PAക്ക് X എന്ന് കൊടുക്കുന്നു. അത് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല X കൊടുത്ത് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ളവർ ഈ രീതിയിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ PA X ആണെങ്കിൽ PB എന്താ വരിക? 13 - X എന്ന് വരും.
ടോട്ടൽ 13 ആണ്. അതിൽ എക്സ് പോയാൽ ബാക്കി 13 മൈനസ് എക്സ്. അപ്പൊ പി എക്ക് എക്സും പി ബിക്ക് 13 മൈനസ് എക്സും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 40 വരും. പി എ ഇൻറ്റു ഒന്നിലാ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ 13x മൈനസ് എക്സ് സ്ക്വയർ സമം 40 എന്ന് കിട്ടും. ഈ രൂപത്തിലുള്ള പ്രോബ്ലം ചെയ്യാൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന 4ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിരിക്കും. അപ്പൊ SSLC എക്സാം ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ എങ്ങനെ എക്സും 13 മൈനസ് എക്സ് എന്ന് കൊടുത്താൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ ഇങ്ങനെ പഠിക്കുക. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവര് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. എക്സിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും 5 എന്ന് കിട്ടുന്നതായിരിക്കും. റിസൾട്ട് 8ഉം 9ഉം യൂസ് ചെയ്തിട്ടുള്ള SSLC ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ചിത്രം ശ്രദ്ധിക്കുക. ഇൻ ദ ഫിഗർ AB is the diameter of the semicircle. If AB is equal to 9 centimeter, PB is equal to 3 centimeter, then find PA, find PC square. ചിത്രത്തിൽ AB അർദ്ധവൃത്തത്തിന്റെ വ്യാസമാണ്. AB 9 സെന്റിമീറ്റർ, PB 3 സെന്റിമീറ്റർ എങ്കിൽ PA എത്ര, PC സ്ക്വയർ എത്ര? ചിത്രത്തിൽ തന്നിരിക്കുന്നത് AB ഡയമീറ്റർ ആണ്, PC അതിന് ലംബമാണ്, നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോൾ റിസൾട്ട് എന്താണ്? ഒരു ഡയമീറ്ററും ഈ ഒരു സെമി സർക്കിളിന്റെ ഭാഗവും വന്നാലുള്ള റിസൾട്ട് എന്താണ്? അത് അപ്പോൾ ഓർത്ത് വെക്കുക. PA ഇൻറ്റു PB ഈസ് ഈക്വൽ ടു PC സ്ക്വയർ ആണ്. നമ്മുടെ റിസൾട്ട് 9. ഓക്കെ, സെമി സർക്കിളിന്റെ ഭാഗം എടുത്താൽ മതി അതിന്. അപ്പൊ ഇവിടെ ടോട്ടൽ ABയുടെ ലെങ്ത് തന്നിട്ടുണ്ട് 9 സെന്റിമീറ്റർ എന്ന്. PB 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ 9. PB 3 ആണെങ്കിൽ PA എത്രയായിരിക്കണം? 6. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തെ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. PA ഇസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. ഇനി നമുക്ക് കാണേണ്ടത് PC സ്ക്വയർ കാണണം. PC സ്ക്വയർ അല്ലാണ്ട് PCയുടെ ലെങ്ത് കണ്ടുപിടിച്ച് സ്ക്വയർ ഒന്നും കാണണ്ട. നമുക്ക് റിസൾട്ട് ഉണ്ട്. PA ഇൻറ്റു PB എന്ന് പറയുന്നത് എന്താണ്? ഈ ചിത്രത്തില് PC സ്ക്വയർ ആണ്. അപ്പൊ PA നമുക്കറിയാം 6 ആണ്, PB നമുക്കറിയാം 3 ആണ്. അതാണ് PC സ്ക്വയർ. അതായത് 18 ഇസ് ഈക്വൽ ടു PC സ്ക്വയർ. നമ്മളോട് കാണാൻ പറഞ്ഞ PC സ്ക്വയർ എത്രയാണെന്നാണ്. PC സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്രയാണ്? 18 സെന്റിമീറ്റർ. സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതണം. സ്ക്വയർ എഴുതുമ്പോൾ ഏരിയ ആണ് വരുന്നത് അവിടെ. അപ്പം 18 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതും. SSLC 2020ക്ക് ചോദിച്ച 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. ചിത്രം നോക്കുക. Chords AB and CD are intersecting at P. AB is equal to 10 centimeter, PB is equal to 4 centimeter, and PD is equal to 3 centimeter. What is the length of PA? Find the length of PC. AB, CD എന്നീ ഞാണുകൾ P എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. AB സമം 10 സെന്റിമീറ്റർ, PB സമം 4 സെന്റിമീറ്റർ, PD സമം 3 സെന്റിമീറ്റർ ആണെങ്കിൽ PAയുടെ നീളം എന്ത്? PCയുടെ നീളം കാണുക. അപ്പൊ ചിത്രത്തിൽ ഇങ്ങനെയാണ് ഒരു ചിത്രം വന്നതെങ്കിൽ രണ്ടും വ്യത്യസ്തമായ 2 കോഡുകളാണ്, ഏതോ 2 കോഡുകളാണ്. അങ്ങനെ വരുമ്പോൾ റിസൾട്ട് എന്താണ്? PA ഇൻറ്റു PB ഒരു കോഡിന്റെ ഭാഗങ്ങളുടെ പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ കോഡിന്റെ ഭാഗങ്ങളുടെ പ്രൊഡക്റ്റ് PC ഇൻറ്റു PD ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. ABയുടെ ടോട്ടൽ നീളം തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ. അതിൽ PB 4 ആണെങ്കിൽ PA എത്രയായിരിക്കണം? 6. അപ്പൊ അതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാം. PA ഇസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PC ആണ്. അതിനുവേണ്ടി നമുക്ക് PDയുടെ ലെങ്ത് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ എന്ന്. അപ്പൊ PCയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്നൊന്നും നമുക്ക് അറിയില്ല. സോ അത് കണ്ടുപിടിക്കാൻ നമ്മൾ റിസൾട്ട് യൂസ് ചെയ്യും. PA ഇൻറ്റു PB. ഈ ചിത്രത്തിൽ PA ഇൻറ്റു PB എന്ന് പറയുന്നത് PC ഇൻറ്റു PD ആണ്. PA നമുക്കറിയാം 6 ആണ്, PB നമുക്ക് തന്നിട്ടുണ്ട് 4 ആണ്, PC നമുക്കറിയില്ല, അപ്പൊ അവിടെ PC എന്ന് തന്നെ എഴുതുന്നു. PD നമുക്കറിയാം 3 ആണ്. ഓക്കെ, അപ്പൊ 6 ഇൻറ്റു 4 24 ഇസ് ഈക്വൽ ടു PC ഇൻറ്റു 3. അപ്പോൾ PC ഇൻറ്റു 3 എന്ന് പറയുന്നതാണ് 24. സോ PC എന്താണ്? 24/3 എന്ന് പറയുമ്പോൾ 8 എന്ന് കിട്ടും. സോ PCയുടെ ലെങ്ത് 8 സെന്റിമീറ്റർ ആണ്. SSLC മോഡൽ 2020ക്ക് റിസൾട്ട് 8ഉം 9ഉം ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ചിത്രം നോക്കുക. ഇൻ ദ ഫിഗർ ദ റേഡിയസ് ഓഫ് ദ സെമി സർക്കിൾ വിത്ത് സെന്റർ O is 5 centimeter. PB is equal to 2 centimeter. A part, what is the length of PA? B part, what is the area of square PQRS? C part, calculate the area of the square with PM as one side. D part,
റൈറ്റ് ദ റേഷ്യോ ഓഫ് ഏരിയാസ് ഓഫ് ദീസ് ടു സ്ക്വയർസ്. 5 മാർക്സിന്റെ ക്വസ്റ്റൻ ആയിട്ടാണ് ഇത് വന്നത്. ചിത്രത്തിൽ O കേന്ദ്രമായ അർദ്ധവൃത്തത്തിലെ ആരം 5 സെന്റിമീറ്റർ ആണ്. പി ബി സമം 2 സെന്റിമീറ്റർ. പി എയുടെ നീളം എന്ത്? സമചതുരം പി ക്യു ആർ എസിന്റെ പരപ്പളവ് എന്ത്? പി എം ഒരു വശമായ സമചതുരത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ഈ രണ്ട് സമചതുരങ്ങളുടെയും പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എഴുതുക. അപ്പൊ ചിത്രം നോക്കുക നിങ്ങൾ. ഇവിടെ നമുക്ക് ഗ്രീൻ കളറില് ഒരു സെമി സർക്കിളും കാണാം, റെഡ് കളറില് വേറൊരു സെമി സർക്കിളും കാണാം. ഓക്കെ, ഗ്രീൻ കളറില് ആ സെമി സർക്കിളിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട് പി എസ്. ആ സൈഡ് ഒരു സൈഡാക്കിയിട്ട് സ്ക്വയർ വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റെഡ് കളർ സെമി സർക്കിളിലും പിയിൽ നിന്ന് ആ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് പി എം. അത് ഒരു സൈഡാക്കിയിട്ട് ഒരു സ്ക്വയറും വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഈ സെന്റർ O ആയ സെമി സർക്കിൾ. ഏതാണ് സെന്റർ O ആയ സെമി സർക്കിൾ? അത് ഗ്രീൻ കളർ സെമി സർക്കിൾ ആണ്. ഓക്കെ, റെഡ് കളർ സെമി സർക്കിളിന്റെ ഒരറ്റമാണ് O. അപ്പൊ സെന്റർ O ആയ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ സെമി സർക്കിൾ ആണ്. അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ. അതായത് O മുതൽ A വരെയുള്ള നീളവും 5 ആണ്, O മുതൽ B വരെയുള്ള നീളവും 5 ആണ്. ഓക്കെ, റേഡിയസ് ആണത്. പിന്നെ പി ബി തന്നിട്ടുണ്ട്, ഇത്രയും 2 എന്ന് തന്നിട്ടുണ്ട്, 2 സെന്റിമീറ്റർ എന്ന്. അങ്ങനെയാണെങ്കിൽ പി എ എത്രയാണെന്ന് കാണണം. ഓക്കെ, റേഡിയസ് 5 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ എ മുതൽ ബി വരെയുള്ള നീളം 10 സെന്റിമീറ്റർ ആണ്. അതിലൊരു ഭാഗം പി ബിക്ക് പോയി 2 സെന്റിമീറ്റർ, ബാക്കി എത്രയുണ്ട്? 8 സെന്റിമീറ്റർ. സോ അതാണ് ഒന്നാമത്തതിന്റെ ആൻസർ. എ പി എ ഇസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. മനസ്സിലായല്ലോ? റേഡിയസ് ആണ് തന്നത്. അപ്പൊ എ മുതൽ ബി വരെയുള്ള നീളം 10 ആണ്. അപ്പൊ ഇത്രയും 2 തന്ന ബാക്കി 8. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെ 5 ആണെങ്കിൽ ഇത് 2 ആണെങ്കിൽ ഇത് 3, ഇത്രയും 5, 5 3 8. ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് സ്ക്വയർ പി ക്യു ആർ എസ്? അപ്പൊ ആ ഒരു സ്ക്വയർ നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ചിത്രത്തിൽ ഏറ്റവും വലിയ സ്ക്വയർ ആണ് പി ക്യു ആർ എസ്. ഓക്കെ, ആ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് വലിയ സെമി സർക്കിളിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡാണ്. അപ്പൊ നമ്മൾ സെമി സർക്കിളും ഒരു പകുതി, ഒരു കോഡിന്റെ പകുതിയും വരുമ്പോൾ ഉള്ള റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ഏതാണ്? പി എ ഇൻറ്റു. അപ്പൊ ഞാൻ ഇവിടെ ആ ഫിഗർ ഒന്ന് മാറ്റി വരയ്ക്കാം, അത് മാത്രം ഒന്ന് എടുത്തു വരയ്ക്കാം. ഒരു സെമി സർക്കിൾ എ ബി, അവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് പി എസ്. എ ബി എന്ന് പറയുന്നത് സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. പി എസ് എന്ന് പറയുന്നത് ഡയമീറ്ററിനെ കട്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലറിന്റെ പകുതിയാണ്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോഡിന്റെ പകുതിയാണ്. അപ്പൊ നമുക്ക് റിസൾട്ട് എന്തായിരുന്നു? നമ്മള് 9ാമത്തെ റിസൾട്ട് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി എസ് സ്ക്വയർ. ഓക്കെ, അപ്പം ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു സൈഡിന്റെ സ്ക്വയർ ആണ്, സൈഡ് സ്ക്വയർ ആണ്, വശം സ്ക്വയർ ആണ്, വശത്തിന്റെ വർഗമാണ് ഏരിയ, പരപ്പളവ്, സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്. അപ്പൊ പി എസ് സ്ക്വയർ എന്ന് എഴുതുമ്പോൾ തന്നെ അതെന്തായി? ആ ഒരു സ്ക്വയറിന്റെ ഏരിയ ആയി. അപ്പം ഒരു സ്ക്വയറിന്റെ തന്നിരിക്കുന്ന പി ക്യു എസ് ആർ എന്ന സ്ക്വയറിന്റെ ഏരിയ കാണണമെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇവിടെ പി എ ഇൻറ്റു പി ബി കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ പി എ എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടു 8 ആണ്. പി ബി നമുക്ക് തന്നിട്ടുണ്ട് 2 ആണെന്ന്. അതാണ് പി എസ് സ്ക്വയർ. ഓക്കെ, 8 ഇൻറ്റു 2 16. 16 ഇസ് ഈക്വൽ ടു പി എസ് സ്ക്വയർ. പി എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 എന്ന് കിട്ടി. പി എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡ് സ്ക്വയർ ആണ്. സൈഡ് സ്ക്വയർ 16 ആണ്. അപ്പം ഒരു പി ക്യു ആർ എസ് എന്ന സമചതുരത്തിന്റെ എന്ന സ്ക്വയറിന്റെ ഒരു സൈഡാണ് പി എസ്. സോ പി എസ് സ്ക്വയർ സൈഡ് സ്ക്വയർ 16 എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സ്ക്വയർ പി ക്യു ആർ എസ് is equal to 16 സെന്റിമീറ്റർ സ്ക്വയർ. രണ്ടാമത്തെ ആൻസർ 16 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി സി പാർട്ട് ആൻസർ ചെയ്യാം. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ വിത്ത് പി എം ആസ് 1 സൈഡ്. പി എം 1 സൈഡ് ആയിട്ടുള്ള സ്ക്വയർ ആ ചെറിയ സ്ക്വയർ ആണ്. ആ ചെറിയ സ്ക്വയർ ഈ ചെറിയ സെമി സർക്കിളിൽ വരുന്നതാണ്. അപ്പൊ ഞാൻ അതൊന്ന് മാറ്റി വരയ്ക്കാം.
അവിടെ രണ്ടറ്റത്ത് കാണുന്ന ഓയും ബിയുമാണ്. പി ഇത്. അങ്ങനെ നമ്മളൊരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പി. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും എന്താ റിസൾട്ട് വരിക? ഒ ബി എന്ന ഡയമീറ്ററിനെയാണ് പി എം എന്ന കോഡ് മുറിച്ചേക്കുന്നത്. സോ നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ നടുവിലത്തെ പോയിന്റ്? എവിടെയാണോ കട്ട് ചെയ്യുന്നത്, ഇന്റർസെക്ട് ചെയ്യുന്നത്, രണ്ട് കോഡുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ് അവിടെ നിന്ന് തുടങ്ങുക. പി ഒ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി എം സ്ക്വയർ ആണല്ലോ. അപ്പൊ പി ഒ എത്രയാണ്? ക്വസ്റ്റിനകത്ത് നോക്കുക, ഒ മുതൽ ബി വരെ 5 സെന്റിമീറ്റർ ആണ്. സോ പി ഒ എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ആണ്. പി ബി നമുക്ക് തന്നിട്ടുണ്ട് 2 ആണെന്ന്. സോ പി ഒ എന്ന് പറഞ്ഞാൽ 3, പി ബി 2, ദാറ്റ് ഈസ് ഈക്വൽ ടു പി എം സ്ക്വയർ. 3 ഇൻറ്റു 2 6, 6 ഈക്വൽ ടു പി എം സ്ക്വയർ. അപ്പൊ പി എം സൈഡായിട്ടുള്ള സമചതുരത്തിന്റെ ഏരിയ, പരപ്പളവ് എന്ന് പറഞ്ഞാൽ പി എം സ്ക്വയർ ആണ്. വശം സ്ക്വയർ ആണ്, സൈഡ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് സൈഡ് സ്ക്വയർ is equal to 6. Therefore, area of square, ആ സ്ക്വയറിന്റെ പേര് അല്ലെങ്കിൽ ഏരിയ ഓഫ് സ്ക്വയർ വിത്ത് സൈഡ് പി എം എന്ന് കൊടുത്താലും മതി. ക്വസ്റ്റിനകത്ത് തന്നതുപോലെ തന്നെ. 6 ആണ് ആൻസർ. സൈഡ് സ്ക്വയർ ആണ്. ഇതിന്റെ റൂട്ടൊന്നും കാണരുത്. സൈഡാണ് √6 വരിക. ഏരിയ കാണാനാണ് പറഞ്ഞത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ സൈഡ് സ്ക്വയർ തന്നെ നിർത്തുക. സോ 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ പാർട്ട് ആൻസർ ചെയ്യാം. റൈറ്റ് ദ റേഷ്യോ ഓഫ് ഏരിയാസ് ഓഫ് ദീസ് 2 സ്ക്വയർസ്. ഇപ്പൊ നമുക്ക് 2 സ്ക്വയർ, ഈ വലിയ സ്ക്വയറും ചെറിയ സ്ക്വയറും, അതിന്റെ രണ്ടിന്റെയും ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. അതിന്റെ റേഷ്യോ കാണണം, അംശബന്ധം കാണണം, പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം. സോ ആദ്യത്തെ സ്ക്വയർ വലിയ സ്ക്വയർ തന്നെയാണ്. അപ്പൊ അത് ആദ്യം എഴുതണം. 16:16 ആണ് നമുക്ക് അതിന്റെ പരപ്പളവ് കിട്ടിയത്. രണ്ടാമത്തെ സ്ക്വയർ ചെറിയ സ്ക്വയർ, അതിന്റെ ഏരിയ നമുക്ക് ഇവിടെ കിട്ടി 6. 16:6. അപ്പൊ നമ്മൾ ഒരിക്കലും റേഷ്യോ എഴുതുമ്പോൾ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉള്ളത് എഴുതാറില്ല. അപ്പൊ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് എഴുതുക. ഈ 2 നമ്പേഴ്സ് നോക്കാം. 16ഉം 6ഉം ഏത് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണ്? നമുക്കറിയാം 16ഉം 6ഉം 2 എന്ന നമ്പറിന്റെ മൾട്ടിപ്പിൾസ് ആണ്. 16ഉം 6ഉം 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നമ്മൾ കാണുന്ന നമ്പേഴ്സ് ആണ്. അപ്പൊ 2 നമ്പറിനെയും 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. സോ ആൻസർ എന്താണ്? 8:3. SSLC മോഡൽ 2018 ചോദിച്ച 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണിത്. ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻ ദ സർക്കിൾ ഷോൺ the chords AQ and BP passes through C. The central angle of the arc AXB is 100 degree. Calculate angle Q. The central angle of arc PYQ is 60 degree. Find all angles of the triangle BQC. തന്നിരിക്കുന്ന വൃത്തത്തിൽ AQ, BP എന്നീ ഞാണുകൾ C എന്ന ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. ചാപം AXB-യുടെ കേന്ദ്രകോൺ 100 ഡിഗ്രി. കോൺ Q കണക്കാക്കുക. ചാപം PYQ-വിന്റെ കേന്ദ്രകോൺ 60 ഡിഗ്രി. ത്രികോണം BQC-യുടെ എല്ലാ കോണുകളും കാണുക. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യനകത്ത് ചിത്രം വീണ്ടും തന്നിരിക്കുന്നു. ഇൻ ദാറ്റ് പിക്ചർ പ്രൂവ് ദാറ്റ് ആംഗിൾ APC ഈസ് ഹാഫ് ദ സം ഓഫ് ദ സെൻട്രൽ ആംഗിൾസ് ഓഫ് ആർക്ക് AXC ആൻഡ് ആർക്ക് BYD. ചിത്രത്തിൽ കോൺ APC ചാപം AXC-യുടെ കേന്ദ്രകോണിന്റെയും ചാപം BYയുടെ കേന്ദ്രകോണിന്റെയും തുകയുടെ പകുതിയാണെന്ന് തെളിയിക്കുക. 2 പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടും സെപ്പറേറ്റ് തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ഒന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാം. ഇവിടെ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. 2 കോഡുകൾ തന്നിട്ടുണ്ട്. AQയും BP. ഡയമീറ്റർ അല്ലാത്ത 2 കോഡുകളാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അത് 2 കോഡുകളും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് C. ഓക്കെ, ഇനി ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക് AXB. AXB എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ. അത് വേണമെങ്കിൽ നമുക്ക് ഒരു ഡോട്ടഡ് ലൈനിൽ വേണമെങ്കിൽ വരച്ച് കാണിക്കാം. സെൻട്രൽ ആംഗിൾ, സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ആ ഒരു ആർക്ക് സെന്ററായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തന്നിട്ടുണ്ട് 100 ഡിഗ്രി എന്ന്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ആംഗിൾ Q. ഇത് കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ കാണാം ഈ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ
ഇനിഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും ആണ് നമ്മൾ ആദ്യം നോട്ട് ചെയ്യേണ്ടത്. എ ബി ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ സെന്ററിന് ഒ എന്ന് പേര് കൊടുത്താൽ എഒ ബി ആണ് 100 ഡിഗ്രി. അപ്പൊ അതേ ആർക്ക് മേജർ പാർട്ടിൽ സർക്കിളിലെ പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഒരേ ആർക്ക് സെന്ററിലും സർക്കിളിലും ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ സെന്ററിലെ ആംഗിൾ തന്നാൽ സർക്കിളിലെ ആംഗിൾ കണ്ടുപിടിക്കും. വൃത്തത്തിലെ പോയിന്റിൽ വരുന്ന കോണ് കണ്ടുപിടിക്കണമെങ്കിൽ സെന്റർ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും. അപ്പോൾ ഇത് എത്രയാ വരിക? 50 ഡിഗ്രി. അപ്പൊ ഒന്നാമത്തതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ആംഗിൾ ക്യൂ നമുക്ക് എഴുതാം 50 ഡിഗ്രി എന്ന്. അടുത്തതായിട്ട് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് പി വൈ ക്യു. ഇവിടെയാണ് നിങ്ങൾക്ക് കാണാവുന്ന ആർക്ക് പി വൈ ക്യു. ഈ പി വൈ ക്യു സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ഇങ്ങനൊരു ആംഗിൾ. ഓക്കെ, ആ ആംഗിൾ എത്രയാന്ന് തന്നിട്ടുണ്ട്? 60 ഡിഗ്രി എന്ന്. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ട്രയാങ്കിൾ ബി ക്യു സിയുടെ, ട്രയാങ്കിൾ ബി ക്യു സി എന്ന് പറഞ്ഞാല് ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ബി ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ട്രയാങ്കിൾ ബി ക്യു സിയിലെ ഒരു ആംഗിളാണ് 50 ഡിഗ്രി. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സിയിൽ വരുന്ന ആംഗിൾ എത്രയാന്ന് കാണണം, അതേപോലെ ബിയിൽ വരുന്ന ആംഗിൾ എത്രയാന്ന് കാണണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് പി വൈ ക്യു ആംഗിള് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് 60 ഡിഗ്രി എന്ന് ഇപ്പൊ തന്നിരിക്കുന്നത്. അപ്പൊ പി വൈ ക്യു എന്ന ആംഗിളിന്റെ, പി വൈ ക്യു എന്ന ആർക്ക് സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിളിന്റെ ഒരു പോയിന്റ്, തുടങ്ങുന്ന പോയിന്റ് പിയും അവസാനിക്കുന്ന പോയിന്റ് ക്യൂ ആണ്. അപ്പൊ അതേ പോയിന്റിൽ തന്നെ തുടങ്ങുന്ന പോയിന്റും അവസാനിക്കുന്ന പോയിന്റും, ഇനിഷ്യൽ പോയിന്റ് ആൻഡ് ടെർമിനൽ പോയിന്റ് ഒരേപോലെയുള്ള സർക്കിളിലെ ആംഗിൾ ആണ് ഈ ബി. ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കണം? അതിന്റെ പകുതി 30 ആയിരിക്കും. അപ്പൊ ഈ ട്രയാങ്കിളിലെ 2 ആംഗിൾ കിട്ടിക്കഴിഞ്ഞു, 50ഉം 30ഉം. അപ്പോൾ ഇത് എത്രയാ വരിക? 100. അപ്പൊ 3 ആംഗിൾസും നമുക്ക് കിട്ടും. ഒന്നാമത്തെ പാർട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ അതിന്റെ ആൻസേഴ്സ് എഴുതാം. എ പാർട്ടിന്റെ ആൻസറിൽ ഒന്നാമത് ചോദിച്ചിരിക്കുന്ന ആംഗിൾ ക്യൂ എത്രയാണെന്നാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച്. 100ന്റെ പകുതി 50 ഡിഗ്രി. അതിൽ തന്നെ ചോദിച്ചിരിക്കുന്നുണ്ട് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ബി ക്യു സി, ത്രികോണം ബി ക്യു സിയുടെ കോണുകൾ. അതിൽ ക്യൂ ഓൾറെഡി നമുക്ക് കിട്ടി, 50 ആണ്. ബി നമുക്ക് കിട്ടും, 60 തന്നിട്ടുണ്ട്, അതിന്റെ പകുതി 30. അപ്പൊ നമുക്ക് സി കണ്ടുപിടിക്കാം, 100 ഡിഗ്രി. ഓക്കെ, ഒന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മളെല്ലാം എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് ആൻസറിലേക്ക് പോകണം. അവിടെ നമുക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തില് പ്രൂവ് ദാറ്റ് ആംഗിൾ എ പി സി, ഞാനത് മാർക്ക് ചെയ്യാണ്. ഈ ആംഗിൾ എ പി സി ഈസ് ഹാഫ് ദ സം ഓഫ് ദ സെൻട്രൽ ആംഗിൾസ് ഓഫ് ആർക്ക് എ എക്സ് സി ആൻഡ് ആർക്ക് ബി വൈ ഡി. ഇതാണ് സെന്റർ. സെന്ററിൽ എ എക്സ് സി എന്ന ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിളും ബി വൈ ഡി എന്ന ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിളും കൂടെ കൂട്ടുന്നതിന്റെ പകുതിയാണ് ഈ ആംഗിൾ പി എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ചിത്രം മാറ്റി വരച്ചിട്ടുണ്ട്. ഇവിടെ 2 കോഡ് കാണാം, എ ബിയും സി ഡിയും. അത് രണ്ടും പി എന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഇത് സർക്കിളിന്റെ സെന്റർ ആണ് ഒ. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എ പി സി എന്ന ആംഗിൾ. അപ്പൊ ആ ആംഗിൾ മാത്രം ഞാൻ മാർക്ക് ചെയ്യാണ്. എ പി സി എന്ന ആംഗിൾ ആർക്ക് എ എക്സ് സിയുടെ സെൻട്രൽ ആംഗിൾ. അപ്പൊ ഞാൻ അതൊന്ന് ജോയിൻ ചെയ്യാണ്. എയിനെയും എ എക്സ് സിയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എയിനെയും സിയിനെയും സെന്ററുമായിട്ട് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിൾ. ഓക്കെ, ഈ ആംഗിള് എത്രയാണോ അതേപോലെ ബി വൈ ഡി എന്ന ആംഗിൾ സെന്ററുമായിട്ടുണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ. ഓക്കെ,
ഈ രണ്ട് സെൻട്രൽ ആംഗിളിന്റെയും സമ്മിന്റെ പകുതിയാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ആംഗിൾ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് രണ്ടും എത്രയാന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ആംഗിളിനെ എക്സ് എന്നെടുക്കാം, ഈ ആംഗിളിനെ വൈ എന്നെടുക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ എ പി സി ഹാഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പ്രൂവ് ചെയ്യണം. ഇതിന്റെ രണ്ടിന്റെ തുകയുടെ പകുതി, സമ്മിന്റെ പകുതി എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് എഴുതാം. ലെറ്റ് ആംഗിൾ എ ഒ സി, ആർക്ക് എ എക്സ് ഉണ്ടാക്കിയ ആംഗിളിന് എക്സ് എന്ന് കൊടുക്കുന്നു. അതേപോലെ ആംഗിൾ ബി ഒ ഡി, ബി വൈ ഡി എന്ന ആംഗിൾ സെൻട്രൽ ഉണ്ടാക്കിയ ആംഗിളിന് വൈ ഡിഗ്രി എന്ന് കൊടുക്കുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതും കൂടി എഴുതാം. വി ഹാവ് ടു പ്രൂവ് ആംഗിൾ എ പി സി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പ്രൂവ് ചെയ്യും. അപ്പൊ എക്സിനെയും വൈനെയും നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് എക്സിനെയും വൈയിൽ നിന്ന് തന്നെ തുടങ്ങാം. എ സി എന്ന ആർക്ക് സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിളാണ് എക്സ്. അപ്പോൾ എ സി എന്ന ആർക്ക് സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അതായത് എയിൽ നിന്ന് തുടങ്ങണം. എയിൽ നിന്ന് രണ്ട് ലൈനാണ് പോയിരിക്കുന്നത്. ഒന്ന് സെന്ററിലേക്കാണ് പോയിരിക്കുന്നത്, ഒന്ന് ദ ബിയിലേക്കാണ് പോയത്. അപ്പോൾ ഈ ബിയിനെയും സിയിനെയും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇത് എക്സ് ആണെങ്കിൽ അതിന്റെ പകുതി x/2 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ നിന്നും ആ ഒരു കാര്യം കിട്ടി. സിൻസ് ആംഗിൾ AOC is equal to x degree, ആംഗിൾ ABC is equal to x/2 degree. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത് തന്നിരിക്കുന്ന സെൻട്രൽ ആംഗിൾ ആർക്ക് BYD ഉണ്ടാക്കിയതാണ്. അപ്പൊ ആർക്ക് BYD സർക്കിൾ ഉണ്ടാക്കിയ ആംഗിൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ബിയിൽ നിന്ന് പോകുന്ന ഒരു ആംഗിള് ഒരു ഇത് പോയിരിക്കുന്ന എയിലേക്കാണ്, അത് നോക്കണ്ട. ഒരു ആംഗിൾ പോയിരിക്കുന്നത് സെന്ററിലേക്കാണ്, ഒരു ഇത് പോയിരിക്കുന്നത് ഇവിടെ സിയിലേക്കാണ്. ഓക്കെ, അപ്പൊ BYD ഈ സിയിൽ ഉണ്ടാക്കിയ ആംഗിൾ എന്ന് പറയുന്നത് വൈയുടെ പകുതി ആയിരിക്കും, y/2 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അത് എഴുതാം. സിൻസ് ആംഗിൾ എന്ന ആംഗിൾ ഇവിടെ ആംഗിൾ BOD ആണ്. സിൻസ് ആംഗിൾ BOD ഈസ് ഈക്വൽ ടു y ഡിഗ്രി. ഇപ്പൊ ബിയും ഡിയും ടെർമിനൽ പോയിന്റും ഇനീഷ്യൽ പോയിന്റും ആയിട്ടുള്ള വേറൊരു ആംഗിൾ BCD ആണ്. ആംഗിൾ BCD ഈസ് ഈക്വൽ ടു y/2 ഡിഗ്രി. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ മാത്രം നിങ്ങൾ നോക്കുക. അവിടെ B ഒരു ആംഗിളാണ്, C ഒരു ആംഗിളാണ്, P ഒരു ആംഗിളാണ്. നമുക്ക് കാണേണ്ട ആംഗിൾ അല്ല, അതിന്റെ ബാക്കി ഭാഗമാണ് P വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ BPC. ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളുകളും തമ്മിൽ കൂട്ടിയാൽ നമുക്കറിയാം 180 ആണ് കിട്ടേണ്ടതെന്ന്. അപ്പൊ ആംഗിൾ B എത്രയാണ്? ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ ആംഗിൾ B എത്രയാണ്? x/2. ആംഗിൾ P എത്രയാണെന്ന് നമുക്കറിയില്ല, അപ്പൊ അതിന് ആംഗിൾ P തന്നെ നിർത്തുന്നു. ആംഗിൾ C എത്രയാണ്? y/2, അതാണ് 180 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ആംഗിൾ P കണ്ടുപിടിക്കാൻ പറ്റും. ആംഗിൾ P കാണണമെങ്കിൽ ഈ x/2നെയും y/2നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. ഓൾറെഡി റൈറ്റ് സൈഡിൽ 180 ഡിഗ്രി ഉണ്ട്. ആ 180 ഡിഗ്രിയിൽ നിന്ന് x/2 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -x/2 പ്ലസ് y/2 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -y/2 ആകും. ഓക്കെ, അപ്പൊ നമുക്ക് ആംഗിൾ P ഇത്രയും കിട്ടി. അപ്പൊ നമുക്ക് കാണേണ്ടത് ഈ ആംഗിൾ ആണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആംഗിൾ നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്യാം. ഇപ്പോൾ കിട്ടിയ B എന്ന് പറഞ്ഞ ആംഗിൾ ഇതാണ്, P ആംഗിൾ ഇതാണ്. അപ്പൊ ഇത് രണ്ടും ലീനിയർ പെയർ ആണ്. 180ൽ നിന്ന് ഈ പച്ച നിറത്തിലുള്ള ആംഗിൾ കുറച്ചു കഴിഞ്ഞാൽ ആ ഡാർക്ക് ബ്ലാക്ക് കളറിൽ ഷെയ്ഡ് ചെയ്ത ആംഗിൾ കിട്ടും. Therefore, ആംഗിൾ APC is equal to 180 minus ആംഗിൾ ഈ ഗ്രീൻ കളറിലുള്ള ആംഗിൾ എന്താണ്? BPC. ആംഗിൾ P തന്നെയാണ് ആംഗിൾ BPC. അപ്പൊ അത് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ 180 മൈനസ് ആംഗിൾ BPC എന്ന് പറയുമ്പോൾ ഇത്രയുണ്ട്, മൈനസ് കഴിഞ്ഞിട്ടാണ് അത് വരുന്നത്. അപ്പൊ ബ്രാക്കറ്റിലിടാം. 180 മൈനസ് x/2 മൈനസ് y/2. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം.
180 minus 180 minus into minus x by 2 plus x by 2 minus into minus y by 2 plus y by 2. അപ്പോൾ 180 minus 180 0 ആയിട്ടു. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ഉള്ളത്? x by 2 plus y by 2. അത് 2 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കാം. x plus y എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഓഫ് എക്സ് പ്ലസ് വൈ തന്നെയാണ്. നമ്മൾ പ്രൂവ് ചെയ്തു ആംഗിൾ എ പി സി ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എക്സ് പ്ലസ് വൈ. ഇവിടെ ഒന്നുമില്ല, നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് സെൻട്രൽ ആംഗിൾ ആണ് തന്നത്, രണ്ട് ആർക്കിന്റെയും. അതിനൊന്നിന് എക്സ് എന്ന് കൊടുത്തു, ഒന്നിന് വൈ എന്ന് കൊടുത്തു. അപ്പൊ സെൻട്രൽ ആംഗിളിനെ സർക്കിളിലെ ആംഗിളുമായിട്ട് കണക്ട് ചെയ്തു. രണ്ട് സെൻട്രൽ ആംഗിളിന്റെയും സർക്കിൾ ആംഗിളുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഒരു ട്രയാംഗിളിലെ രണ്ട് ആംഗിൾസ് ആയിട്ട് അത് വന്നു. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിച്ചു. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിളിന്റെ ലീനിയർ പെയർ ആയിരുന്നു. അപ്പൊ 180 ഡിഗ്രിയിൽ നിന്ന് ആ ആംഗിൾ കുറച്ചപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്തി.